നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തനി ഒരു നാടൻ വിഭവമാണ് പാൽക്കപ്പ. എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച നല്ല ചുമന്ന മീൻ കറി അല്ലെങ്കിൽ നാടൻ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നമ്മുടെ പാൽക്കപ്പ ചൂടോടെ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. നിങ്ങളുടെ ലൈക്കും കമൻസും സപ്പോർട്ടും ഈ ചാനലിന് ഒരുപാട് ആവശ്യമുണ്ട്. നല്ലതുപോലെ വേകുന്ന നാടൻ കപ്പയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കപ്പ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഗൾഫിൽ നാടൻ കപ്പ അത്ര അവൈലബിൾ അല്ല. ചിലപ്പോഴൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ കറുത്തിരിക്കും. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഈ പാക്കറ്റിൽ കിട്ടുന്ന ഒരു 700 ഗ്രാമിൻ്റെയാണ്, ഞാൻ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ആദ്യമായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് കുക്കാവണ്ട, ജസ്റ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളത് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കും. ഇതിൻ്റെ കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത്. കപ്പ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഒരു തേങ്ങ മതിയാവും നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാൻ. ഒന്നാം പാൽ, രണ്ടാം പാൽ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. നമ്മളൊരു 2 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളം അങ്ങ് ഫുൾ തേങ്ങയിൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഞാനിവിടെ 700 ഗ്രാം കപ്പ ആയതുകൊണ്ട് 2 കപ്പ് മാത്രമേ അതിലേക്ക് ഒഴിച്ചിട്ടെടുത്തുള്ളൂ. ഇതാണ്ട് 1 കപ്പ് ഞാനിപ്പം ആഡ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ഈ കപ്പയിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് കപ്പ നല്ലതുപോലെ ഇനി കുക്കായി വരേണ്ടത്. അങ്ങനെ കുക്കാവുന്നത് കൊണ്ടാണ് ഈ പാൽക്കപ്പയ്ക്ക് ഇത്ര ടേസ്റ്റ് വരുന്നത്. ഇനി ഈ കപ്പയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി വെക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇങ്ങനെ തിളച്ചിട്ട് മുകളിലേക്ക് വന്നിട്ട് അതിങ്ങനെ തൂകിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി തേങ്ങയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4 ചുമന്നുള്ളി, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 3/4 കപ്പോളം ഫ്രഷ് തേങ്ങയാണ്. ഇത് നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. തേങ്ങാപ്പാലിൽ കപ്പയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ കുക്കാവണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നും കൂടെ വറ്റി നമ്മുടെ കപ്പയിലേക്ക് പിടിക്കും. അതിനുശേഷം നമുക്ക് കപ്പ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഈ കപ്പ നല്ലതുപോലെ ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്കങ്ങ് കുഴച്ചെടുക്കണം. ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കപ്പ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് 1-2 പീസൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മാഷ് ചെയ്യാതെ എടുക്കാം. പക്ഷേ എന്നാലും പാൽക്കപ്പയുടെ രീതി എന്ന് പറയുന്നത് നല്ലതുപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കുമ്പോൾ ബാക്കിയുള്ള കപ്പ കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ആയിക്കൊള്ളും. പാൽക്കപ്പയിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ മിക്സിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് തീയൊന്ന് നമുക്ക് കുറച്ച് വെക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കപ്പയിൽ നിന്ന് നല്ല ആവി ഇങ്ങനെ പൊങ്ങി വരും. അപ്പോഴാണ് നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കപ്പയിലേക്ക് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ഇതൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ട് കപ്പ ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നമ്മളൊരു അവസാന സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കടുക് വറുത്താണ് ചേർക്കേണ്ടത്. കടുക് വറുക്കുമ്പോൾ സാധാരണ 1-2 ചുമന്നുള്ളിയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ പാൽക്കപ്പയ്ക്ക് നമ്മൾ കുറച്ച് കൂടുതൽ ചുമന്നുള്ളി നല്ലതുപോലെ വറുത്ത് ചേർത്താൽ മാത്രമേ പാൽക്കപ്പയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു 8 മുതൽ 10 വരെ ചുമന്നുള്ളി നമുക്ക് കുറച്ച് വലിപ്പമുള്ളത് തന്നെ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട. ഈ ഒരു പാകമാവുമ്പോൾ നമുക്കിത് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തെടുക്കണം. ഈ കപ്പ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം ഇവിടെ എല്ലാം പരന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉള്ളി മൂത്തതിൻ്റെയൊക്കെ മണമാണത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.